യോസേഫിൻ്റെ കറ്റ ഉയരട്ടെ. ലെറ്റ് ദ ഷീപ്പ് ഓഫ് ജോസഫ് റൈസ് അപ്പ്. ജോസഫിൻ്റെ കറ്റ ഉയരട്ടെ എന്ന് പ്രൊഫറ്റിക്കലി ഞാൻ വിളിച്ചു പറയുമ്പോൾ അനേക കുടുംബങ്ങളിൽ എൻ്റെ മകനൊന്നും ആകത്തില്ല, അല്ലെ എൻ്റെ മകളൊന്നും ആകത്തില്ല, അവരുടെ ജീവിതം ഇത്രയേ ഉള്ളെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് വിളിച്ചു പറയാണ്, അല്ല, എനിക്കവനെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് പോലെ അവൻ കാരാഗൃഹത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത് എങ്കിലും ഒരു നിമിഷം കൊണ്ട് ഞാൻ അവനെ ഉയർത്തിയെടുക്കുന്ന ദൈവമാണ്. വാഗ്ദത്തം അനേക കുടുംബങ്ങൾക്ക്, ഒത്തിരിയും ഭാരപ്പെട്ടിരിക്കുന്ന അമ്മമാർക്ക് ഇതൊരു ദൂതായിട്ടാണ് കടന്നു വരുന്നത്. നമ്മുടെ അടുത്ത തലമുറകളെക്കുറിച്ച് വൻകാര്യങ്ങൾ ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് വിളിച്ചു പറയാനുള്ള ശക്തി പ്രാപിക്കാനാണ്. അതായത് ഭൂമിയിൽ നമ്മൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കുമെന്ന് വചനം പറയുന്നതിനാൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം പറയുന്നത് വിളിച്ചു പറയുകയാണ് ഇന്നത്തെ ദൂതിൻ്റെ ഉദ്ദേശം. അപ്പം ഏകദേശം ഉൽപ്പത്തി 37 ഇത് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി 37 5 തൊട്ട് വായിക്കാം. നേരത്തെയുള്ള നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും അറിയാമെങ്കിലും കഥ ഇതാണ്. ജോസഫ് അപ്പൻ്റെ കൂടെ നിൽക്കുമ്പം സഹോദരനെതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെന്ന് അപ്പൻ്റെ അടുക്ക പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ്. അവർ ജോസഫിനോട് ദേഷ്യപ്പെട്ട് ഇരിക്കുന്ന കാലയളവിലാണ്. എന്നാൽ ദൈവത്തിന് ജോസഫിനെ കുറിച്ചൊരു പദ്ധതിയുള്ളത്. സ്വപ്നത്തിൽ കൂടെ ദൈവം ജോസഫിനെ വെളിച്ചമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അന്നേരം അതിന് വലിയ അർത്ഥം തോന്നിക്കുന്നില്ല എങ്കിലും ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട്. ആ പ്ലാനിലൊന്നാണ് ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി 37 5 തൊട്ട് ഞാൻ വായിക്കുന്നു. ജോസഫ് ഒരു സ്വപ്നം കണ്ടു, അത് തൻ്റെ സഹോദരന്മാരോടെ അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, എന്താ സ്വപ്നം പറഞ്ഞാണിത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടു. അപ്പം സ്വപ്നമൊക്കെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവത്തിനുണ്ട്. ഞാൻ കണ്ട സ്വപ്നം കേൾക്കുവിൻ, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. സോ വി ആർ ആക്ച്വലി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. നമ്മളെല്ലാവരും വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുക. സോ വി ആർ ഓൾ ഫാർമേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്ന് നിന്നു. കറ്റ കമന്ന് കിടക്കുന്നത് ഒരാൾ എല്ലാം കൂട്ടി വെച്ചിരിക്കുക. പക്ഷെ ഒരാളുടെ കറ്റ, ജോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്ന് നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. ദൈവം സ്വപ്നം കൊടുക്കുന്നത് തൻ്റെ തിരഞ്ഞെടുത്തവർക്കാണ്. അത് തന്നെയല്ലേ ദൈവം തൻ്റെ തിരഞ്ഞെടുത്തവർക്ക് കൊടുക്കുന്ന സ്വപ്നം ഓർപ്പിക്കുകയും ചെയ്തു. അവൻ വ്യക്തമായിട്ടും ജോസഫ് കാണുകയാണ്, അവരെല്ലാവരും കർഷകരാണ്, അവർ വയലിലാണ്, എല്ലാവരും കറ്റ എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും കറ്റ കൂട്ടിയതിൽ നിന്ന് ജോസഫിൻ്റെ കറ്റ മാത്രം പെയ്യനെ അങ്ങോട്ട് നിവർന്ന് നിൽക്കുകയാണ്. ആത്മീയ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്. നമ്മൾ ഇത്രയും നാളും വയലിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുറേയൊക്കെ പ്രയത്നിച്ച് കുറച്ചൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് കുറച്ച് നഷ്ടപ്പെട്ട് കുറച്ച് കള്ളനെടുത്തുകൊണ്ട് പോയി ദുഷ്ടനും തുള്ളനും വെട്ടുക്കിളി എടുത്തു. ഇതൊക്കെ ശരിയാണ് ജീവിതത്തിൽ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സമയമാകുമ്പോൾ ജോസഫിൻ്റെ കറ്റ ഉയർന്ന് പൊങ്ങി നിൽക്കുന്നത് പോലെയും ബാക്കിയുള്ള സഹോദരന്മാരുടെ കറ്റ ആ ജോസഫിൻ്റെ കറ്റയെ നമസ്കരിക്കുന്നതും കാണുമ്പോൾ അതിനകത്തൊരു വലിയ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു മനുഷ്യനെ ഉയർത്തണമെന്ന് വിചാരിച്ചാൽ അന്നേരം ശത്രുക്കളെ പോലും അവനെ അനുകൂലമാക്കാൻ ദൈവത്തിനറിയാം. ശത്രു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ കുഴികളും നമ്മുടെ മുമ്പിൽ കാണുന്നത് അവിടെയെല്ലാം സ്വർഗത്തിൽ നിന്ന് കല്ലിറക്കിയിട്ട് അത് നിരപ്പാതെയാക്കി നമ്മുടെ സന്തതികൾക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവാത്മാവ് ഒരുക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് നിൻ്റെ മക്കളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എങ്കിൽ ഞാനാണ് ഇവരെ
നിനക്ക് തന്നത് എങ്കിൽ എൻ്റെ ആലോചന പ്രകാരം ഞാൻ പഠിപ്പിക്കേണ്ട വിധത്തിൽ അവരെ പഠിപ്പിച്ചെടുത്ത് അവരെ മാനപാത്രമാക്കാൻ എനിക്ക് അറിയാം. അങ്ങനെ തന്നെയല്ല, ആ സമയത്ത് അവനോട് എതിർത്ത് നിന്ന് സകല ശത്രുക്കളും സഹോദരന്മാർ പോലും അവൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. ജോസഫിൻ്റെ ജീവിത ചരിത്രം നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജോസഫിനെ കൊണ്ട് കാരാഗ്രഹത്തിലിടുന്നതും ആദ്യമേ കൊണ്ട് പൊട്ടക്കിണറ്റിലിടുന്നതും അവിടുന്ന് പിന്നെ വിറ്റ് കളയുകയാണ്. എന്തെങ്കിലും 20 വെള്ളിക്കാശിന് ഇവനെ വിറ്റ് കളഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ അടിമയായിട്ട് ജീവിക്കുന്നതും, അടിമയാണെങ്കിലും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം പൊത്തിഫർ എല്ലാ കാര്യവും അവിടെ യജമാനെ പോലെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാലും പിന്നെയും അവിടെയും സ്ഥാനമില്ല. ഞാൻ പൊത്തിഫറിൻ്റെ ഭാര്യ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അവനെ ജയിലിൽ പിടിച്ചിടിപ്പിക്കുന്നു. ആ ജയിലിലും അവന് ആനുകൂല്യം കൊടുത്ത് അവസാനം ഫറോന് സ്വപ്നം കാണിച്ചിട്ട് ഫറോൻ ചോദിക്കുകയാണ്, ആരുമില്ലേ ഈ സ്വപ്നം ഒന്ന് എനിക്ക് വിവരിച്ചു തരുവാൻ. അന്നേരമാണ് പിന്നെ ജോസഫിൻ്റെ കൂടെ തടവിലുണ്ടായിരുന്നതായ അതായത് വൈൻ ബെയറർ, അതായത് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന വീഞ്ഞ് പാലകൻ ഓർക്കുകയാണ്, ജോസഫ് എന്ന് പറഞ്ഞ ഒരു കൊച്ചൻ, ഒരു എബ്രായ കൊച്ചൻ ആ കാരാഗ്രഹത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. ദൈവം ഒരാളെ ഓർപ്പിക്കുമ്പോൾ മുഖാന്തരങ്ങൾ എത്രമാത്രം അതിശയമാണെന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളിനെ പെട്ടെന്ന് കാരാഗ്രഹത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അവനെ ഷേവ് ചെയ്ത് വസ്ത്രം ഉടുപ്പിച്ച് കുളിപ്പിച്ച് ചെരുപ്പിടിപ്പിച്ച് നല്ല വസ്ത്രം നല്ല രൂപത്തിലാക്കി ഫറവോൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഫറവോൻ പറയുകയാണ്, ഈ സ്വപ്നം നിനക്ക് പറയാൻ സാധിക്കുമോന്ന്. സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യോസഫ് ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞു കൊടുത്തിട്ട് ആരെങ്കിലും കഴിവുള്ളവരെ കൊണ്ട് രാജ്യം നോക്കിക്കോണമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അത്രയും ജ്ഞാനവും പരിജ്ഞാനവും ഉള്ള ഒരാൾ വേറെ ഇല്ലല്ലോ എന്ന് ഫറവോൻ പറഞ്ഞ് ജോസഫിനെ പ്രൈം മിനിസ്റ്റർ. പിന്നുള്ള കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജോസഫിനെ ഉപദ്രവിച്ച് സഹോദരന്മാർ തന്നെ വന്നിട്ട് അവർക്ക് ക്ഷാമമായപ്പോൾ ജോസഫ് താമസിച്ചിരുന്ന ഈജിപ്തിൽ വന്ന് ഫറവോൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് നിൽക്കുന്ന കാലത്ത് അവരുടെ സഹോദരന്മാർ ഭക്ഷണത്തിന് വരുന്നതും ജോസഫ് അവരെ കൺഫ്രണ്ട് ചെയ്യുന്നതും അവസാനം ജോസഫാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രൈം മിനിസ്റ്ററാണെന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം അവർ ജോസഫിൻ്റെ മുമ്പിൽ തല വഴങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ടോ സഹോദരനാണെന്ന് മനസ്സിലാക്കി അവർ കൂടുതൽ ഭയപ്പെട്ട് വീണ്ടും വണങ്ങുന്നതായിട്ട് കാണാം. അപ്പം ദൈവം ഒരാളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ദൈവമാണ് ഈ കറ്റ ഉയർത്തുന്നത് എങ്കിൽ അവൻ ഉയർത്തിയ കറ്റയുടെ മുമ്പിൽ ഒരു ശത്രുവിന് നിൽക്കുവാനൊക്കത്തില്ല. ഇതൊരു പ്രൊഫറ്റിക് മിനിസ്ട്രിയിലെ പ്രോഫറ്റിക്കായിട്ടുള്ളൊരു ദൂതാണ് കടന്നു വരുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് കാണണം. ഇതുവരെയും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമ്മുടെ കറ്റകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം വയലിലൊക്കെ നമ്മൾ ഈ അടുത്തിടെ 90 ദിവസം കൊണ്ട് വിളയുന്ന നെല്ലാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ആദ്യമേ നെല്ലിട്ട് അത് കിളുക്കുമ്പം പച്ച കളറാണ്, പിന്നെ അത് പൂത്ത് കഴിഞ്ഞിട്ട് വേറൊരു കളർ, പിന്നെ അത് കഴിഞ്ഞിട്ട് വിളവെടുക്കാൻ വരുമ്പോഴത്തേക്കും ലൈറ്റ് യെല്ലോ, പിന്നെ അത് മഞ്ഞ കളറ്. അത് പൂത്ത് നിന്ന് വിളവെടുക്കാൻ സമയമാകുമ്പോൾ മുഴുവനും ഗോൾഡൻ കളറിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ്, കളറ് മാറുകയാണ്. അങ്ങനെ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വിളവ് നിർപ്പിച്ചു തരുമ്പോൾ അതിലിരിക്കുന്ന നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലം ദുഷ്ടൻ അപഹരിക്കാൻ വരുന്നു എങ്കിൽ സ്വർഗത്തിൻ്റെ അഗ്നി അതിന്മേൽ വീഴുക തന്നെയല്ല, നിനക്ക് എതിരായിട്ട് നിന്ന ശത്രുക്കളെ ഈ കറ്റയുടെ മുമ്പിൽ, നാം എടുത്തു വെച്ചിരിക്കുന്ന കറ്റയുടെ മുമ്പിൽ തലമടക്കി മുട്ടുമടക്കി നിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മൾ ആത്മാവിൻ്റെ ശക്തിയിലാണ് ഇത് പറയുന്നത് എങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്നൊരു വചനം അതെടുത്താൽ പറയുന്നുണ്ട്, പറയുന്നുണ്ട്, എന്നോട് കൽപ്പിക്കായെന്ന്. എന്നോട് എങ്ങനെയാണ് കൽപ്പിക്കുന്നത്? എന്നോട് കൽപ്പിക്കണമെങ്കിൽ ഞാനും ദൈവവും ഏകദേശം ഒരേ രൂപത്തിൽ വരണം. അല്ല, ഈ അപ്പോസ്തല പ്രവൃത്തി 17:28 പറയുന്നുണ്ട്, നിന്നിലല്ലോ ഞങ്ങൾ ചരിക്കുകയും ജീവിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്നലെ വചനം പറഞ്ഞെടുത്ത് ഞാൻ ഇത് തന്നെ പറഞ്ഞു. അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സത്യമാണ്. നിന്നിലല്ലോ, ക്രിസ്തുവിലല്ലോ, പൗലോസ് എഴുതിയതാണ്, നിന്നിലല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്, ഇരിക്കുന്നതും ചരിക്കുക, അതായത് ജീവിക്കുക, ചലിക്കുന്നതും നിന്നിലാണ് എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവാണിത് പറയുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ അമിതമായ ശക്തി കടന്നു വരുന്നുണ്ട്. ഈ വചനം അയക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രധാന ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് കടന്നു വന്നിട്ട്
ശത്രുക്കൾ നമ്മുടെ തലമുറകൾക്ക് മുമ്പിൽ നിൽക്കുന്നവന് നമ്മുടെ മക്കളുടെ കറ്റ ഉയർന്നു നിൽക്കുന്നതിനാൽ, അല്ലെ നമ്മളുടെ കറ്റകൾ ഉയർന്നു നിൽക്കുന്നതിന്, കറ്റയുടെ പ്രയോജനം എന്ന് പറയും, കറ്റ ഇങ്ങനെ നിൽക്കുമ്പോഴും വിനയം കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിനയം നമ്മളിൽ വന്നിട്ട് കറ്റ വിളഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിങ്ങനെ നൂർന്ന് നിൽക്കുകയില്ല, അതിങ്ങനെ കമന്നാണ് നിൽക്കുന്നത്, ഇങ്ങനെ ഒരു വളഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴും. അപ്പം നമ്മൾ വിനയപ്പെട്ട് നിൽക്കുമ്പം ഒരാർച്ച് അവിടെ ഉണ്ടാക്കുകയാണ്, ഒരു ആർച്ച്. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് സന്തതികൾ, നമ്മുടെ സന്താനങ്ങൾ കയറിപ്പോകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ കയറിപ്പോകുന്നത്, നമ്മുടെ തലമുറകൾ ഇതിനകത്തൂടെ കയറിപ്പോകുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ജോസഫിൻ്റെ ആർച്ച് പോലെ മാതാപിതാക്കൾ വയലിൽ കടന്ന് ദൈവീകമായ വയലിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരും കുടുംബം നടക്കുന്നവരും ഭവനം നടത്തുന്നവരും ഒക്കെയാകും. അവരൊരു കറ്റയായിട്ട് ദൈവം തമ്പുരാൻ ഉയർത്തി നിൽക്കുമ്പോൾ, അതൊരാർച്ചായിട്ട് ഭാര്യയും ഭർത്താവ് അപ്പനും അമ്മയും ഇടതുപോലെ നിൽക്കുമ്പോൾ, അതിന് വഴക്കം അല്ലെങ്കിൽ വിനയം വരുമ്പോൾ അതൊരാർച്ചായിട്ട് മാറും. അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ സന്തതികൾ കയറിപ്പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ ദൈവത്തിൻ്റെ മക്കൾ, നമ്മുടെ അടുത്ത തലമുറകൾ നമ്മൾ പ്രയത്നിച്ചതിൻ്റെ അനുഗ്രഹത്തെ വാങ്ങിച്ചെടുക്കാതെ ഒരു ദുഷ്ടനതിൽ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സത്യദൈവത്തിൻ്റെ ആത്മാവാണിത് വചനം പറയുന്നതെങ്കിൽ ദൈവം ശത്രുവിനെ ഒരു നിമിഷം കൊണ്ട്, അതായത് ചെങ്കടലിനെ രണ്ടായിട്ട് മുറിക്കാൻ അല്പസമയം കൊണ്ട് ദൈവത്തിന് സാധിച്ചു എങ്കിൽ, അതുപോലെ തന്നെ കർത്താവേ എൻ്റെ ആത്മാവിൽ ജോഷുവ യോർദാൻ കടക്കേണ്ടിയപ്പോൾ പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിൽ തൊട്ട നിമിഷത്തിൽ, ഏത് വെള്ളത്തിൽ എന്നറിയാമോ? പെട്ടകം വഹിച്ചുകൊണ്ട് നടക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ തൊട്ടപ്പോൾ വെള്ളം രണ്ടായിട്ട് വിഭജിച്ചതുപോലെ നമ്മുടെ തലമുറകളുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളും രണ്ടായിട്ട് മാറിയിട്ട് കുഞ്ഞുങ്ങൾ മുൻപോട്ട് കയറി പോകുന്നതായിട്ട് കാണുക. സേനയുടെ അധിപൻ, സൈന്യങ്ങളുടെ ഉടവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇത്ര വലിയവനായ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? ദൈവം നമ്മളെ സഹായിക്കാൻ ഇറങ്ങി വന്നിരിക്കുക. ആത്മാവിൽ ബലപ്പെടുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ ഉന്നതനായ ദൈവത്തിൻ്റെ ഓർഡർ അല്ലെങ്കിൽ എഡിക്റ്റ് അതിശയമായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവ്, നിൻ്റെ വചനം നിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മാവിൽ പറയുമ്പോൾ അത് അനുസരിക്കാതെ, അത് പ്രവർത്തിപ്പിക്കാതെ, അതിന് ഫലം കാണിപ്പിക്കാതെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. അതേ കർത്താവ്, വചനം അയക്കുന്നു, കർത്താവ് വചനം അയച്ചതിന് ഫലവുമായിട്ട് തിരിച്ചു വരണം. ഞാൻ അയക്കുന്ന ഓരോ വചനവും ലോകത്തിൻ്റെ നാനാഭാഗത്ത് കടന്നു ചെന്നിട്ട് തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് ഉത്തരമായിട്ട് നീ കർത്താവേ ഒരു വലിയ വിളവെടുപ്പ് കൊടുക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിളവെടുപ്പ് ഒരു ദുഷ്ടൻ തൊടാൻ അനുവദിക്കാത്ത വണ്ണം കർത്താവിൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിക്കകത്തത് വന്നിരിക്കുന്നതിന് നമ്മുടെ തലമുറകൾ എവിടെയെല്ലാം കാലുവെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വൻകരം. ചില മക്കൾ കർത്താവെ ബുദ്ധിയില്ലാതെ കള്ളും കുടിച്ച് ബോധമില്ലാതെ നടക്കുന്നു, എങ്കിലും അവരുടെ സ്ഥിതി എന്തെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു നിമിഷം മതി. ഞാൻ എന്തിനാണ് ഈ മുടിയനായ പുത്രനെ പോലെ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നതെന്നുള്ള ബോധം കൊടുത്തിട്ട് തിരിച്ച് അപ്പൻ്റെ അടുക്കലേക്ക് കടന്നുവ എന്നുള്ള വചനം അയച്ചിട്ട്, നിൻ്റെ കറ്റ നുപർന്ന് നിൽക്കേണ്ടതല്ലേ, നീ വല്ലവൻ്റെ വയലിൽ പോയി കിടന്ന് ജോലി ചെയ്യേണ്ടവനല്ല, നിൻ്റെ വയലിലേക്ക് തിരിച്ചു വരിക എന്നുള്ള വചനം അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ വചനം ചെന്ന് കൊണ്ടിട്ട് അനേക തലമുറകളുടെ കുടുംബങ്ങളുടെ ശാപങ്ങൾ അഴിച്ചു മാറ്റി ദൈവത്തിൻ്റെ വയലിലേക്ക് മക്കളെ കൊണ്ടുവന്ന് ശത്രുക്കളുടെ തല അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ചെങ്കോല് ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമാക്കി നീട്ടിത്തന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.